ഈശോയിൽ ഏറ്റവും പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ ബഹുമാനപ്പെട്ട സന്യസ്തരെ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ മർക്കോസ് സുവിശേഷകൻ അറിയിച്ച ദൈവത്തിൻ്റെ വചനമാണല്ലോ ഈ സമയം നമ്മൾ കേട്ടത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് ദൈവപുത്രനായ ഈശോ മിശിഹായുടെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന തലക്കെട്ടോടുകൂടിയാണ്. 2-3 വചനങ്ങളിലാണ് പിന്നീട് ഈ അധ്യായത്തിലെ പ്രധാനമായ ആശയം, ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴിയൊരുക്കും, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിന് വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ. യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ, യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരം അതിൻ്റെ പൂർത്തീകരണമായിട്ടാണ് യോഹന്നാൻ മാന്താന മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കാനായി വന്നിരിക്കുന്നത്. ഈശോയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഈശോയെക്കുറിച്ചുള്ള പഴയ നിയമ ഭാഗങ്ങളെല്ലാം ഗ്രഹിക്കണം. മിശിഹ മുന്നോടിയായ പഴയ പ്രവചനം യോഹന്നാനിൽ പൂർത്തിയായിരിക്കുന്നു. യോഹന്നാൻ മുന്നോടിയാണ്. അവൻ മിശിഹായ്ക്ക് മുമ്പേ വരും എന്ന പ്രവാചകന്റെ വചനമാണ് യോഹന്നാനിൽ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നത്. അത് വ്യക്തമാക്കാനാണ് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായി ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു. ഇതാണ് സുവിശേഷകൻ ഇവിടെ എടുത്തു പറയുന്ന കാര്യം. ചുരുക്കം ഇതാണ്, ഈശോയാണ് നിയമവും പ്രവചനങ്ങളും പൂർത്തീകരിക്കുന്നവൻ. അതുകൊണ്ടാണ് അവിടുന്ന് പുതിയ നിയമം, അവിടുന്ന് എല്ലാം പൂർത്തിയായിരിക്കുന്നു. പഴയ നിയമഗ്രന്ഥങ്ങൾ ശരിയായി പഠിക്കണം ഈശോയെക്കുറിച്ച് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് മർക്കോസ് സുവിശേഷകൻ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ട് യോഹന്നാൻ മുന്നോടിയായി വന്നു എന്ന പഴയ നിയമ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത്. യഹൂദ പാരമ്പര്യപ്രകാരം കുട്ടികളെ പഴയ നിയമ ഗ്രന്ഥങ്ങൾ വായിക്കാൻ പഠിപ്പിക്കണമെന്നും പൂർവികരുടെ നിയമങ്ങളും കുട്ടികൾ അറിഞ്ഞിരിക്കണമെന്നും പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യഹൂദ വീടുകളിൽ കുട്ടികളെല്ലാം നിയമഗ്രന്ഥം പഠിപ്പിച്ചിരുന്നു. ദൈവം നൽകിയ വചനം കുട്ടികളെല്ലാം പഠിക്കണം, ഇതെല്ലാം അനുവർത്തിക്കണം എന്ന കാര്യം വളരെ വ്യക്തമായി യഹൂദ വീടുകളിൽ മാതാപിതാക്കന്മാർ കുട്ടികളെ പഠിപ്പിച്ചിരുന്നതാണ്. നമ്മുടെ എല്ലാം വീടുകളിൽ വളരെ പ്രധാനമാണ് ഈ ബൈബിൾ കൺവെൻഷൻ്റെ തന്നെ ലക്ഷ്യം അതാണ്. ആണ്ടിലൊരിക്കൽ നമ്മൾ വചനം കേൾക്കാൻ ഒന്നിച്ചു കൂടുന്നതും ഈ കിട്ടിയ വചനം നമ്മുടെ എല്ലാം വീടുകളിലേക്ക് കൊണ്ടുപോകാനുമാണ്. നമ്മുടെ എല്ലാം വീടുകൾ വചനം കേൾക്കാൻ ഇടയാകുന്ന പ്രഘോഷണ ഭവനമാകണം. അത് യഹൂദ പാരമ്പര്യമായിരുന്നു. കുഞ്ഞുങ്ങൾക്കെല്ലാം വചനം കൊടുത്ത് മാതാപിതാക്കൾ അവരെ വളർത്തിയിരുന്നു. ഇതാണ് ഏറ്റവും ശക്തമായ ബലം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്പത്തും ശക്തിയും ദൈവത്തിൻ്റെ വചനമാണ്. വചനം കൊടുത്ത് വളരാനിടയാകുന്ന അവസ്ഥയിൽ പ്രലോഭനങ്ങളും പരീക്ഷകളുമൊക്കെ അതിജീവിക്കാൻ കഴിയും. 119 സങ്കീർത്തനത്തിൽ വളരെ ഭംഗിയായിട്ട് 9 വചനം പറയുന്നുണ്ട്, ഒരു യുവാവിന് തൻ്റെ മാർഗം
നിർമ്മലമായി സൂക്ഷിക്കാൻ എങ്ങനെ കഴിയും? യുവത്വ കാലഘട്ടം പ്രലോഭനത്തിൻ്റെ കാലഘട്ടമാണ്, പരീക്ഷയുടെ സമയമാണ്. തൻ്റെ യൗവനം യുവത്വമെല്ലാം നിർമ്മലമായി സൂക്ഷിക്കാൻ ഒരു യുവാവിനല്ലെങ്കിൽ യുവതിക്ക് കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം. അതരം കൊണ്ട് അത് ഏറ്റുപറയണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് എല്ലാ പരീക്ഷകളുടെയും മേൽ, സാത്താൻ്റെ എല്ലാ പരീക്ഷകളുടെയും മേൽ വിജയം നേടാനുള്ള ദൈവത്തിൻ്റെ ശക്തി ധരിക്കാനായിട്ട് കഴിയുന്നത്. അതുവഴി പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമ ചൈതന്യം പാലിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് കഴിയും. മോശ വഴി കൊടുക്കപ്പെട്ട വചനങ്ങളിലെല്ലാം ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുകയാണ്. ചെയ്യരുത്, ചെയ്യരുത്, കൊല്ലരുത്. പഴയ നിയമ പ്രമാണമാണ്. പുതിയ നിയമ ഈശോ സ്നേഹത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യാതിരിക്കുന്നതല്ല, പ്രത്യുത നമ്മോടൊപ്പം വസിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ ജീവനെ സംരക്ഷിക്കുന്നതാണ് ദൈവഹിതപ്രകാരമുള്ള ജീവിതം. കൊല്ലാതിരുന്നു എന്ന കാരണത്താൽ അതിലുപരിയായി നമ്മോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ദൗത്യം നമുക്കുണ്ട്. അതാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. മോഷ്ടിക്കരുത് എന്നത് പഴയ നിയമത്തിലെ കൽപ്പനയാണ്. പുതിയ നിയമത്തിൽ ഈശോ അതിനെ ഉദാത്തമാക്കി. നമ്മുടെ സഹോദരങ്ങളുടെ സ്വത്ത് സൂക്ഷിക്കാൻ നമുക്ക് കടമയുണ്ട്. നമ്മുടെ മാത്രമല്ല, നമ്മുടെ സഹോദരങ്ങളുടെയും നാടിൻ്റെയും എല്ലാം സ്വത്ത് സൂക്ഷിക്കാനുള്ള ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിലാണ് നിയമത്തിൻ്റെ പൂർണ്ണത സ്നേഹത്തിൽ രൂപം പ്രാപിച്ചിരിക്കുന്നു. വ്യഭിചാരം ചെയ്യുന്നത് പഴയ നിയമ കൽപ്പനയാണ്. പുതിയ നിയമത്തിൽ നമ്മോടൊപ്പം വസിക്കുന്ന സഹോദരിമാരുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്നാണ് ഈശോ വ്യക്തമായിട്ട് പറയുന്നത്. പഴയ നിയമത്തെ സ്നേഹത്തിൽ ഉദാത്തമാക്കുന്ന പുതിയ നിയമം, അതാണ് ഈശോ പഠിപ്പിച്ചത്. ലൂക്കാസ് സുവിശേഷം 18:15 നമ്മളെല്ലാം പറഞ്ഞു കേട്ടു, മനസ്സിലാക്കി. കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതൽ വചനം കൊടുത്ത് വളർത്തണം. അപ്പോഴാണ് അവർക്ക് പുതിയ നിയമ ചൈതന്യത്തിൽ ജീവിക്കാനായിട്ട് കഴിയുന്നത്. ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ, ചൈതന്യത്തിൽ ജീവിക്കാനായിട്ട് കഴിയുന്നത്. ലൂക്കാസ് സുവിശേഷം 18:15 ഈശോ കൈകൾ വച്ച് അനുഗ്രഹിക്കുവാൻ വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കിലേക്ക് ജനങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ശിഷ്യന്മാർ തടഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, ശിശുക്കളെല്ലാം എൻ്റെ അടുക്കിലേക്ക് വരട്ടെ. ഇത് വളരെ വ്യക്തമായ ഈശോയുടെ പ്രബോധനമാണ്. ഈ കുഞ്ഞുങ്ങളെല്ലാം ഈശോയുടെ അടുത്ത് വരണം, ഈശോയുടെ അടുത്ത് നിന്ന് വളരണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആ കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. ഇതെല്ലാ വീടുകളിലും കുഞ്ഞുങ്ങളെ ഈശോയോട് ചേർത്ത് വളർത്താൻ ഉള്ള ഏറ്റവും നല്ല വചനമാണ്. കുഞ്ഞുങ്ങളെല്ലാം ഈശോയുടെ അടുക്കൽ വരട്ടെ, വചനം അവർക്ക് കിട്ടട്ടെ. വചനം കൊടുത്താണ് ഈശോയോടൊപ്പം കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് നമുക്ക് കഴിയുന്നത്. അങ്ങനെ വളരുന്ന കുഞ്ഞുങ്ങൾ അസാധാരണമായ ദൈവകൃപയിൽ ജീവിക്കും. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആത്മാവിനാൽ നിറഞ്ഞ സ്നാപയോഹന്നാൻ, അവൻ്റെ ജീവിതമെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കുഞ്ഞിന് ഉദരത്തിൽ വെച്ച് തന്നെ ആത്മാവിനെ കിട്ടാനും ഇടയാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ലഭിക്കാതെ വരുമ്പോഴാണ് ലോകത്തിൻ്റെ സ്വഭാവങ്ങളും പ്രകൃതങ്ങളുമൊക്കെ സ്വാധീനിക്കുന്നതും പലതരത്തിലുള്ള ശാരീരിക മാനസിക പ്രതിസന്ധികൾ ഉണ്ടാകുന്നതുമെല്ലാം. നമ്മുടെ അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പ് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം വലിയ സന്തോഷത്തോടെ പിതാവ് പറഞ്ഞു, ആലഞ്ചേരി പിതാവ് പറഞ്ഞു, ഞാനൊരു കുഞ്ഞിൻ്റെ മാമോദിസായ്ക്ക് പോയി. 6ാമത്തെ കുട്ടിയാണ്, ഒരു കുടുംബത്തിലെ 6ാമത്തെ കുട്ടിയുടെ മാമോദിസായതുകൊണ്ടാണ് മേജർ ആർച്ച് ബിഷപ്പ് അത് പോയി നടത്തി കൊടുത്തു. പിതാവ് പറഞ്ഞു, പിതാവ് പ്രാർത്ഥന ചെല്ലുന്ന
ആദ്യം മുതൽ ഈ കുഞ്ഞ് പിതാവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈ കുഞ്ഞ് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയെല്ലാം ആ കുഞ്ഞിനെ മനസ്സിലാകുന്നത് പോലെ തന്നെ ആ കുഞ്ഞ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ പോലും ആ കുഞ്ഞ് ആ ശുശ്രൂഷയുടെ ആദ്യ അവസാനം ഒരിക്കൽ പോലും കരഞ്ഞില്ല. മാമോദിസ മുക്കിയപ്പോൾ 3 പ്രാവശ്യം ജലമൊഴിച്ചപ്പോൾ ആ കുഞ്ഞ് കൈയും കാലും ചലിപ്പിച്ച് സന്തോഷിച്ചു, സന്തോഷം പ്രകടമാക്കി. ഇപ്പോഴും കരഞ്ഞൊന്നുമില്ല. അങ്ങനെ ഒരു കുടുംബത്തിലെ 6ാമത്തെ കുട്ടി അപ്പോൾ ആ പിതാവ് ചോദിച്ചന്വേഷിച്ചു, ഇതെന്താണ് ഈ കുഞ്ഞിൻ്റെ ഈ സവിശേഷമായ കാര്യമെന്നെല്ലാം. അവിടെ 6ാമത്തെ കുഞ്ഞാണ്. മാതാപിതാക്കൾ പ്രാർത്ഥിച്ച് കാത്തിരുന്ന് ഒരുക്കി ജന്മം കൊടുത്ത ഒരു കുഞ്ഞിൻ്റെ അസാധാരണമായ ദൈവ ചൈതന്യം, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആത്മാവിൻ്റെ നിറവ് ലഭിക്കുന്ന അവസ്ഥയിൽ ഒരു കുഞ്ഞ്, അസാധാരണമായ സ്വഭാവം. അതുകൊണ്ടാണല്ലോ യൂദയായിലെ മലമ്പ്രദേശത്തുടനീളം യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് വലിയ സംഭാഷണമുണ്ടായി. ഈ കുഞ്ഞാരായി തീരും എന്ന് കേട്ടവരും കണ്ടവരും എല്ലാം വിളിച്ചു പറഞ്ഞു. എൻ്റെ കാരണം ഇതാണ്, ആത്മാവിൻ്റെ ശക്തി ഈ കുഞ്ഞിനുണ്ടായി. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഇത് മാത്രമാണ്. കുഞ്ഞുങ്ങൾക്ക് വചനം കൊടുക്കുക, വചനത്തിൻ്റെ നിറവിൽ ആത്മാഭിഷേകം കിട്ടുക, അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി തീരുക. അവരെ ലോകത്തിന് ഇളക്കാൻ സാധ്യമല്ല. അവരാണ് ലോകത്തിൻ്റെ മുകളിലൂടെ നടക്കുന്നവർ. സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളെയും വീരോചിതമായിട്ട് തോൽപ്പിക്കാൻ തക്കവിധം ദൈവത്തിൻ്റെ ആയുധങ്ങളുമായി അവർ ലോകത്തിൽ ജീവിക്കും. യോഹന്നാനെ കുറിച്ച് പറയുന്നു, അദ്ദേഹം അനുതാപത്തിൻ്റെ മാമോദിസ പ്രസംഗിച്ചുകൊണ്ട് മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. എന്തിനാണ് യോഹന്നാൻ മരുഭൂമിയിലേക്ക് പോയത്? അവിടെ വേറെ ഒത്തിരി സ്ഥലങ്ങളുണ്ടാകുന്നു. മരുഭൂമിയെക്കുറിച്ച് പഠിപ്പിക്കാൻ യോഹന്നാൻ മരുഭൂമിയിലേക്ക് പോകുന്നു. നമ്മളെല്ലാം മരുഭൂമിയെക്കുറിച്ച് പഠിക്കണം. മോശയും ഏലിയായും ദാവീദുമെല്ലാം മരുഭൂമിയിൽ പോയവരാണ്. 1 സാമുവേൽ 23:14 ദാവീദ് സീഫ് മരുഭൂമിയിലെ കുന്നുകളിൽ ഒളിസ്ഥലങ്ങളിൽ താമസിച്ചു. സാവൂള് ദിനംതോറും അവനെ അന്വേഷിച്ചു. എന്നാൽ ദൈവം ദാവീദിനെ സാവൂളിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചില്ല. അവനെ മരുഭൂമിയിൽ ദൈവം സംരക്ഷിച്ചു. മരുഭൂമി ദൈവം സംരക്ഷിക്കുന്ന സ്ഥലമാണ്. സാവൂള് ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ചവനാണ്. ആ അവസ്ഥയിൽ നിന്ന് മരുഭൂമിയിൽ കൊണ്ടുപോയി ദൈവം ദാവീദിനെ സംരക്ഷിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനുള്ള മാർഗം അതാണ്, മരുഭൂമിയിലേക്ക് പ്രവേശിക്കുക. എങ്ങനെയാണ് നമുക്ക് മരുഭൂമിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത്? പ്രാർത്ഥനയുടെ മരുഭൂമി. പ്രാർത്ഥനയിൽ ഞാനും ദൈവവും മാത്രമായിരിക്കുന്ന മരുഭൂമി. ലോകത്തിൻ്റെ എല്ലാ വ്യഗ്രതകളും, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സമ്മർദ്ദങ്ങളും വിട്ട് സ്വസ്ഥമായി ശാന്തമായി മരുഭൂമിയിലേക്ക്, പ്രാർത്ഥനയുടെ മരുഭൂമിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമ്പോൾ ദൈവം തൻ്റെ കൃപാവരങ്ങളാൽ നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. അപ്പം അതുകൊണ്ടാണ് ജനങ്ങളെല്ലാം മരുഭൂമിയിലേക്ക് പോയി. നമ്മൾ വായിച്ചു കേട്ട മർക്കോസ് വിശേഷകൻ പറയുന്നു, ജനങ്ങളെല്ലാം മരുഭൂമിയിലേക്ക് പോയി. ആരും ഇഷ്ടപ്പെടാത്ത സ്ഥലമാണ് മരുഭൂമി. പോകാൻ ആർക്കും ഇഷ്ടമില്ല, കാരണം വെള്ളം പോലും കിട്ടിയല്ല അവർ. അതുകൊണ്ട് ആർക്കും ഇഷ്ടമില്ലാത്ത സ്ഥലമാണ്. പക്ഷേ ഈ ജനങ്ങളെല്ലാം മരുഭൂമിയിലേക്ക് പോയെന്ന സുവിശേഷത്തിൽ പറയുമ്പോൾ യോഹന്നാൻ്റെ അടുക്കലേക്കാണ് അവർ പോയത്. എന്താണ് യോഹന്നാൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നത്? വചനമുണ്ടായിരുന്നു. അവൻ്റെ അധരങ്ങളിൽ ദൈവം വചനം നിക്ഷേപിച്ചിരുന്നു. അത് കേൾക്കാൻ വേണ്ടിയാണ് അവരെല്ലാം മരുഭൂമിയിലേക്ക് പോയത്. ഇവിടെ നമ്മളെല്ലാം ഈ വചന കൂടാരത്തിൽ വന്നിരിക്കുന്നതും ഈ ഒരു ആഗ്രഹം കൊണ്ടാണ്, വചനം കിട്ടാൻ വേണ്ടി. ദൈവത്തിൻ്റെ വചനം അധരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നവരിൽ നിന്ന്
വചനം കിട്ടാൻ വേണ്ടി ഓടിക്കൂടിയ ജനമാണ് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും. വചനത്തിൻ്റെ സന്തോഷം. അതുകൊണ്ടാണ് മരുഭൂമിയിലേക്ക് പോകണമെന്ന് പറയുക. അവിടെ നിധിയുണ്ട്. വലിയൊരു മരുഭൂമിയായിരുന്നു നമ്മൾ ഇന്ന് അറിയുന്ന പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ മരുഭൂമി. ഒട്ടകം മാത്രം ഉണ്ടായിരുന്നു അവിടെ. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് വരെ അതായിരുന്നു ആ പ്രദേശങ്ങൾ. വെറും മരുഭൂമി, മണൽക്കാറ്റും ഒട്ടകവും മാത്രമുള്ള മരുഭൂമിയിൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമായിട്ട് മാറി. എന്തുകൊണ്ടാണ്? അവിടെ മനുഷ്യൻ കണ്ടെത്തി ഭൂമിക്കടിയിൽ നിക്ഷേപമുണ്ട്. ഭൂമിക്കടിയിൽ എണ്ണ കണ്ടെത്തി, പെട്രോളിയം. അങ്ങനെ എണ്ണ ഖനനം ചെയ്തപ്പോൾ മരുഭൂമി സമ്പൽ സമൃദ്ധമായ പ്രദേശമായിട്ട് മാറി. ഇതാണ് മരുഭൂമിയുടെ പ്രത്യേകത. യഥാർത്ഥമായ സമ്പത്ത് കണ്ടെത്താൻ മനുഷ്യന് കഴിയുമ്പോൾ നമ്മളെല്ലാം സമ്പൽ സമൃദ്ധമാവും. വചനത്തിൻ്റെ സമൃദ്ധി നമുക്കുണ്ടാവും. വചനത്തിൻ്റെ സമൃദ്ധി കിട്ടിയവർക്ക് മറ്റെല്ലാം കേവലം നിസ്സാരമായിട്ട് അനുഭവപ്പെടുവാനായിട്ടും ഇടയാകും. ഇപ്പം യോഹന്നാനെ കാണാൻ വേണ്ടിയാണ് എല്ലാവരും മരുഭൂമിയിലേക്ക് പോയത്. അവൻ്റെ പക്കൽ വചനമുണ്ട്. അവൻ്റെ അധരങ്ങളിൽ വചനം ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു. ഈശോയ്ക്ക് മുന്നോടിയായി വന്നവൻ ഈശോയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യണമെന്ന് ജനത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ പറഞ്ഞത് ഒറ്റ കാര്യമാണ്: അനുതപിക്കുക, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. വഴിയൊരുക്കാൻ വന്നവൻ ഈശോ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. എല്ലാവരോടും മാനസാന്തരപ്പെടുക, മാനസാന്തരത്തിൻ്റെ സന്തോഷമുണ്ടാവണം എന്ന് അവരെ യോഹന്നാൻ പഠിപ്പിക്കുകയാണ്. ഈശോയുടെ വസ്ത്രത്തെപ്പറ്റിയോ ഭക്ഷണത്തെപ്പറ്റിയോ സുവിശേഷകന്മാർ പറയുന്നില്ല. എന്നാൽ യോഹന്നാൻ്റെ വസ്ത്രത്തെപ്പറ്റിയും ഭക്ഷണത്തെപ്പറ്റിയും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സുവിശേഷത്തിൽ നമ്മൾ കേട്ടു. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു. അരയിൽ തോൽവാറുണ്ടായിരുന്നു. പ്രവാചകന്റെ വേഷം അതാണ്. യോഹന്നാൻ പ്രവാചകനാണ്. പ്രവാചകനായ യോഹന്നാന്റെ വേഷമാണ് ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും. അവൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്: വെട്ടുക്കിളികളും കാട്ടുതേനും. വെട്ടുകിളികൾ എല്ലാം ഭക്ഷിച്ചുകൊണ്ട് അവൻ വചനത്തിൻ്റെ ചിറക് മുളയ്ക്കുന്ന വലിയ പ്രവാചകനായി മാറി. വചനം കൊണ്ട് ചിറക് മുളപ്പിച്ച് എല്ലാവരെയും ദൈവത്തിലേക്ക് പറപ്പിക്കാൻ തക്കവിധം അവൻ ശക്തനായി തീരുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ദൈവിക ഭക്ഷണം, മരുഭൂമിയിലെ ഭക്ഷണം, അത് ദൈവം കൊടുക്കുന്ന ഭക്ഷണമാണ്. ആ ഭക്ഷണം കിട്ടി വളരുമ്പോഴാണ് നമുക്കെല്ലാം ഇവിടെ വരുമ്പോൾ ബൈബിൾ കൺവെൻഷനിലെ ഭക്ഷണം കിട്ടാറുണ്ട്. എല്ലാവർക്കും ബ്രെഡ് കിട്ടും, അല്ലെങ്കിൽ ബണ്ണ് കിട്ടും, നല്ല വെള്ളവും കിട്ടും. അതാണ് ദൈവത്തിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത്. ആ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴും ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒരു ക്ഷീണവുമില്ല, കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. രോഗമില്ല, ക്ഷീണമില്ല, വിഷമമില്ല, ദാഹമില്ല, വിശപ്പില്ല. ഇതെല്ലാം ശമിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഭക്ഷണം ലഭിക്കാനായിട്ട് ഇടയാകുന്നു. അതെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ ഈശോയുടെ ജനനത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി നമ്മോട് വചനത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞു. അനുതപിക്കുക, പാപത്തിൻ്റെ എല്ലാ വഴികളും വിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ശക്തി പ്രാപിക്കുക. ഈശോ വന്നു കഴിയുമ്പോൾ എന്താണ് കിട്ടുന്നതെന്ന് യോഹന്നാൻ പറഞ്ഞു: ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് മാമോദിസ നൽകുന്നു, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ ആത്മാവിനെ കൊണ്ട് നിങ്ങൾക്ക് മാമോദിസ നൽകും. ആത്മാവിനാൽ നിങ്ങളെ മാമോദിസ നൽകും. ദൈവാത്മാവിൻ്റെ അഭിഷേകം ഈശോയിലൂടെ സ്വീകരിക്കാൻ, അനുതാപത്തിൻ്റെ മാമോദിസ സ്വീകരിക്കാനാണ് യോഹന്നാൻ മാന്താന നമ്മെ എല്ലാം ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ വചനപ്രകാരം അനുതാപത്തോടുകൂടി വചനം നന്നായി ഭക്ഷിച്ച് മരുഭൂമിയുടെ സ്വസ്ഥതയിൽ ദൈവവുമായിട്ട് ഐക്യപ്പെട്ട് ദൈവിക സന്തോഷം പ്രാപിക്കാൻ ഉത്സാഹിക്കാം. ഈ സന്തോഷം എല്ലായിടത്തും പങ്കുവെക്കാനും നമുക്ക് കഴിയട്ടെ. അതിന് ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.